മുളക് പൊടിയൊന്നും ചേർക്കാതെ ഇടുന്ന വെള്ള നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണേ. ആദ്യം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നാരങ്ങയൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ ചെറുതായി ഒന്ന് പൊട്ടി വരും. 1.5 കിലോ നാരങ്ങയുണ്ട്. ഇതിൻ്റെ പകുതി മാത്രമേ ഞാനിപ്പോൾ അച്ചാറിടാനായിട്ട് എടുക്കുന്നുള്ളൂ. നമുക്ക് ഓരോ നാരങ്ങ ഒരു 4 പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങയിലേക്ക് 2.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം കായം, കട്ട കായമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പൊടി കായമാണ് ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. കായം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ അതിൻ്റെ പകുതി അളവിന് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാമേ. കാന്താരി മുളകില്ലെങ്കിൽ അതിന് പകരം സാധാ മുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഉടനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് 3/4 ടീസ്പൂൺ കായം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 2 ടീസ്പൂൺ പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.